അവർ സ്വപ്നം കണ്ടാൽ അത് നടക്കും. മിക്കവാറും പിറ്റേ ദിവസം തന്നെ നടക്കും. അപ്പോൾ ഇവർക്ക് ഉറങ്ങാൻ പോലും പേടിയാണ്. കാരണം ഉറങ്ങിയാൽ സ്വപ്നം കാണും, സ്വപ്നം കണ്ടാൽ അത് നടക്കും. അത് മിക്കവാറും അവരുടെ ബന്ധുക്കൾക്കോ അയാൾ പെട്ടെന്ന് ഒരു വയസ്സനതിലെ നടക്കുന്നത് കാണും. കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ കയറിയപ്പോൾ ഇയാൾ കണ്ട വയസ്സിൻ്റെ ഫോട്ടോ അവിടെ ഇരിക്കും. തീരെ കൊച്ചുകുട്ടിയാണ്. കുട്ടി എന്തോ ഇങ്ങനെ എഴുതുന്നു. അപ്പോൾ കുട്ടിയോട് ചോദിച്ചു, നീ എന്താണ് എഴുതുന്നത്? അപ്പോൾ കുട്ടി പറഞ്ഞു, റൂസി ആണ് ഞാൻ എഴുതുന്നത്. അമ്മ ചോദിച്ചു, എന്താണ് റൂസി? അത് റൂസി അക്ഷരമാണ്. തീരെ കൊച്ചുകുട്ടിയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും കുട്ടി ഇത് തന്നെ എഴുതുന്നു. അപ്പോൾ അമ്മ പലരോടുമൊക്കെ ചോദിച്ച് അവസാനം ഒരു റഷ്യൻ അറിയാവുന്ന ഒരാളെ കാണിച്ചപ്പോൾ റഷ്യൻ ആൽഫബറ്റാണ് കുട്ടി എഴുതുന്നത്. വളരെ കറക്റ്റായിട്ട് റഷ്യൻ ആൽഫബറ്റാണ് കുട്ടി എഴുതുന്നത്. പിന്നെ റഷ്യൻ എന്നുള്ളത് റഷ്യൻ ഭാഷയിൽ പറയുന്ന പേരാണ് റൂസി. അപ്പോൾ അമ്മ ചോദിച്ചു, നിനക്ക് എവിടെ നിന്ന് ഇത് കിട്ടി? അത് കംപ്ലീറ്റ് അക്ഷരങ്ങൾ കുട്ടി എഴുതുകയാണ്. കുട്ടിക്ക് ഇംഗ്ലീഷോ മലയാളം അക്ഷരം എഴുതാൻ പോലും അറിയാൻ വയ്യ. ഇതും മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊരു ഒരു സോളിൻ്റെ ഒരു എനർജി തന്നെ അല്ലേ വേറൊരു കുട്ടിയിൽ അത് കാണുന്നത്. അപ്പോൾ അത് ആത്മാവ് ഉണ്ട് എന്ന് തന്നെ നമുക്ക്. പോപ്പിൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത പാരാസൈക്കോളജി വിദഗ്ധനായിട്ടുള്ള പ്രൊഫസർ ജോർജ് മാത്യു സാറാണ്. സർ നമസ്തേ. സാറിൻ്റെ കുറേ വീഡിയോസ് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ പാരാസൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണല്ലോ, എന്താണ് അതിനകത്തുനിന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് സാറിൻ്റെ വേറൊരു സൈഡും കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. സാറിൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് മ്യൂസിക് കൂടി ആയിരുന്നു. ഇപ്പോഴും സാറ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, പക്ഷേ പാട്ടൊന്നും അധികം പാടാറില്ലല്ലോ. എങ്ങനെയാണ് മ്യൂസിക്കായിട്ടുള്ളൊരു ബന്ധം വന്നത്? ഞങ്ങളുടെ വീടിനടുത്ത് ഒരു മ്യൂസിക് ടീച്ചർ ഉണ്ടായിരുന്നു. ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡിയാണ്, ഡെയ്സി ഗോമസ് എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ഒരു അങ്കിള് വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ അനിയൻ കുതിരപ്പുറത്തിരുന്ന് പാടുന്നുണ്ടായിരുന്നു, ഈ തടി കൊണ്ടുള്ള കുതിര. അപ്പോൾ അങ്കിള് ചോദിച്ചു, ഇയാൾ കുതിരയില്ലാതെ പാടാമെന്ന്. അപ്പോൾ അനിയൻ പറഞ്ഞു, എനിക്ക് കുതിരയില്ലാതെ പാട്ട് വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കുതിരയില്ലാതെ പാടാം, ഞാനും കുട്ടിയാണ്. എന്നാൽ അങ്കിൾ എന്നോട് പാടാൻ പറഞ്ഞു. ഞാൻ ഒരു പാട്ട് പാടി. അത് സേഗലിൻ്റെ കുറേ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പാട്ടാണ്. പിന്നെ അങ്കിളൊന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം അങ്കിള് വന്നപ്പോൾ ഈ ബുൾബുൾ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റുമായിട്ടാണ് വന്നത്. ഞങ്ങളെ രണ്ടുപേരെയും പാട്ട് പഠിപ്പിക്കണം എന്നും പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ അങ്കിള് വരുമ്പോഴൊക്കെ ചോദിക്കും, ഞാൻ അന്നൊരു ഗിഫ്റ്റ് തന്നല്ലോ പിള്ളേരെ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അമ്മ നിവൃത്തിയില്ലാതെ ഞങ്ങളെ ഈ ബുൾബുള്ളും എടുത്തുകൊണ്ട് ഡെയ്സി ടീച്ചറിൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബുൾബുള്ള് വായിച്ചു. അപ്പോൾ ഡെയ്സി ടീച്ചർ പറഞ്ഞു, ഈ കുട്ടികൾക്ക് നല്ല ടാലൻ്റ് ഉണ്ട്, അവരെ നല്ല ഇൻസ്ട്രുമെൻറ്റും എല്ലാം പഠിപ്പിക്കണമെന്ന്. അങ്ങനെ ടീച്ചറിൻ്റെ നിർബന്ധം കൊണ്ട് ഒരു മാൻഡലിൻ ഒരു ഇൻസ്ട്രുമെൻ്റ് വാങ്ങിച്ചു. അക്കാലത്ത് ഡെയ്സി ടീച്ചറിന് ഒരു ഓർക്കസ്ട്ര ഉണ്ട്. അന്ന് തിരുവനന്തപുരത്ത് എന്ത് പബ്ലിക് ഫങ്ഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ അവസാനം വെറൈറ്റി എൻ്റർടൈൻമെൻറ്റ്സ് ബൈ മിസ്സസ് ഡി ഗോമസ് അത് പ്രോഗ്രാമിലൊക്കെ പ്രിൻ്റ് ചെയ്യും. തിരുവനന്തപുരത്ത് ഏത് ഫങ്ഷൻ ഉണ്ടെങ്കിലും ഡെയ്സി ടീച്ചറിൻ്റെ വെറൈറ്റി എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാനും അനിയനും താരമായി. ഞങ്ങൾ ബുൾബുൾ വായിക്കും, പിന്നെ മാൻഡലിൻ വായിക്കും. അക്കാലത്ത് ചിത്ര ഉണ്ടല്ലോ, ചിത്രയുടെ അച്ഛൻ ഈ ഗ്രൂപ്പിൽ പാടാൻ വരുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കരമന കൃഷ്ണൻ നായരെന്നാണ്. അപ്പോൾ അദ്ദേഹം പാടുമ്പോൾ ഞാൻ കൂടെ മാൻഡലിൻ വായിച്ചിട്ടുണ്ട് പല ഫങ്ഷനും. അപ്പോൾ അന്ന് ഈ ഡെയ്സി ടീച്ചറിനെ ആശ്രയിക്കാതെ ആർക്കും പബ്ലിക് പെർഫോമൻസ് കിട്ടത്തില്ല. ഈ ചിത്ര ചേച്ചിയുടെ അച്ഛൻ ഡെയ്സി ടീച്ചറിന്റെ ടീച്ചറിൻ്റെ ഈ വെറൈറ്റി എൻ്റർടൈൻമെൻറ്റ്സ് പ്രോഗ്രാമിൻ്റെ കൂടെ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ടാബ്ലോ ഉണ്ട്. അപ്പോൾ ഈ പാട്ടെന്ന് പറയുമ്പം കൂടുതൽ വെസ്റ്റേൺ മ്യൂസിക്കാണ്. പക്ഷേ ഈ കരമന കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ആൾ അന്നത്തെ സിനിമാ പാട്ടൊക്കെയാണ് പാടുന്നത്. അന്ന് സിനിമാ പാട്ടൊക്കെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അദ്ദേഹം അത് നന്നായിട്ട് പാടും. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബിറ്റ്സൊക്കെ ഞങ്ങൾ മാൻഡലിനിലൊക്കെയാണ് വായിക്കുന്നത്.
അങ്ങനെ ഇപ്പോൾ ഇവരൊക്കെ ഡാൻസ് ഉണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ ഇവരുടെ വീട്ടിൽ പാർട്ടിയുണ്ട്, ഡാൻസ് ഉണ്ട് ഈ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ. അപ്പോൾ ഈ സീനിയർ മ്യൂസീഷ്യൻസ് വരാത്തപ്പോൾ ഈ ഡാൻസിന് ഞാനാണ് മാൻഡലിൻ വായിക്കുന്നത്. അപ്പോൾ വിയന്നീസ് വാൾസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് മ്യൂസിക്കാണ് സാറിന് ഡാൻസിന് വായിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങ് തീർന്നു കഴിഞ്ഞാൽ ഞാൻ ഇമ്പ്രവൈസ് ചെയ്ത് വായിക്കും. അപ്പോൾ ഡേസി ടീച്ചർ തന്നെ ചോദിക്കും, താൻ എങ്ങനെയാണോ ഇത്രയധികം ഇമ്പ്രവൈസ് ചെയ്ത് വായിക്കുന്നത്? പാട്ട് 2 മിനിറ്റേ ഉള്ളെങ്കിൽ ഞാൻ 10 മിനിറ്റൊക്കെ അങ്ങ് വായിക്കും. അപ്പം തനിക്ക് പാട്ട് കമ്പോസ് ചെയ്യാനൊരു നാക്കുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. അങ്ങനെ ഞാൻ പാട്ട് കമ്പോസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 10-30 പാട്ടെങ്കിലും ഞാൻ ട്യൂൺസെങ്കിലും ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇത് പുറത്തേക്ക് ആരെങ്കിലും പറഞ്ഞു വന്നിട്ടുണ്ടോ ഇങ്ങനെ ഒരു പാട്ട് ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ട് പുറത്തേക്കുള്ള ആവശ്യത്തിന് വേണ്ടി? അങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ദേവദശകം ഞാൻ ട്യൂൺ ചെയ്തത് ഒരു കാലത്ത് പോപ്പുലറായി. അത് ഒരുപാട് കാസറ്റൊക്കെ വിറ്റുപോയി അന്ന് ഈ ശിവഗിരി തീർത്ഥാടന സീസണിൽ. ഞാൻ കേട്ടിട്ടുണ്ട്. സാർ 2 വരി ഒന്ന് മൂളാൻ പറ്റും? ഇപ്പം എനിക്ക് തൊണ്ട ശരിയല്ല. ചിത്ര എത്ര പഠിച്ചിട്ടുണ്ട് മ്യൂസിക്? ഞാൻ കുറേ നാള് മുന്നേ പഠിച്ചതാ. ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓർമ്മയില്ല. എൻ്റെ ടീച്ചർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ടീച്ചറിന് ഭയങ്കര സങ്കടമായിരിക്കും. കുഞ്ഞുനാളിൽ പഠിക്കാൻ തുടങ്ങിയതാ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നിർത്തി. പിന്നെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പക്ഷെ മ്യൂസിക് ഒരു പാഷനായിട്ട് ഇപ്പോഴും ഉണ്ട്. പാട്ട് പാടിയിട്ടുണ്ട്, സിനിമയിലും പാടിയിട്ടുണ്ട്, ഒരു ആൽബവും പാടിയിട്ടുണ്ട്. പക്ഷെ കമ്പോസ് ചെയ്തിട്ടുണ്ട് 2 പാട്ട്. കമ്പോസ് ചെയ്യാൻ അങ്ങനെ വലിയ കഴിവുണ്ടായിട്ടില്ല. നമ്മൾ ഒരു ട്യൂൺ മനസ്സിൽ വിചാരിച്ച് അത് ഇമ്പ്രവൈസ് ചെയ്ത് നമ്മൾ വേറൊരാളുടെ പ്രോഗ്രാമറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്തിട്ടുള്ള ഒരു ആൽബം സോങ്സ് ആണ് 2 അങ്ങനെ പാടാൻ ഇഷ്ടമാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ ഞാൻ മറന്നു പോകും, ഞാൻ പാടും അങ്ങനെയൊക്കെ. ഇപ്പൊ സ്വല്പം ഒന്ന് പാടുക. ഒരു പാട്ട് മുഴുവൻ പാടണ്ട, സ്വല്പം. ഞാൻ നോക്കട്ടെ. അല്ലിയാമ്പൽ കടവിലൻ നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. യേശുദാസിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. അദ്ദേഹത്തിനെ പറ്റി അഭിപ്രായം പറയാൻ നമ്മളാരും ഇല്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പാട്ടുകളൊക്കെ നമ്മൾ ആളുടെ കേട്ടിട്ടാണല്ലോ നമ്മൾ വളർന്നിട്ടുള്ളത്. അപ്പം അത് ഭയങ്കര ഇഷ്ടമാണ്. കാണാൻ സാധിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. എപ്പോഴെങ്കിലും കാണാൻ സാധിക്കുമായിരിക്കും. അല്ലേ, ഫീമെയിൽ സിംഗേഴ്സിൻ്റെ ഒന്നും പാടാതെ മെയിൽ സിംഗറിൻ്റെ പാടിയോണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ പാട്ട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. സാറ് ഈ എന്താ ഇങ്ങനെ കമ്പോസ് ഒക്കെ ചെയ്ത് വന്നിട്ടുള്ള ആ സമയത്ത് ഫിലിമിലേക്കൊക്കെ കമ്പോസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെൻ്റെ ഫാദർ ഇടപെട്ട് നിർത്തി. ആ ആഗ്രഹം ഇപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്? ഇല്ല. പിന്നെ എങ്ങനെയാണ് സാർ പാരാസൈക്കോളജി എന്നുള്ളൊരു ഇത് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്? അതിനകത്തേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ളൊരു കാരണം എന്താ ഉണ്ടായത്? പാരാസൈക്കോളജിയിലേക്ക് ഞാൻ വന്നിട്ടേ ഇല്ല. ആളുകളുടെ തെറ്റിദ്ധാരണയാണ്. എൻ്റെ താല്പര്യം അത് വളരെ കുട്ടിക്കാലത്തെ ഉണ്ട്. ഒരുപക്ഷെ മ്യൂസിക് തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ട്. അതായത് സത്യം അറിയുക എന്നുള്ളത്. അതൊരുപക്ഷെ എൻ്റെ ഗ്രാൻഡ് ഫാദറുമായിട്ടുള്ള സഹവാസത്തിൽ നിന്ന് വന്നായിരിക്കാം. ഗ്രാൻഡ് ഫാദറും കുറേ ഫ്രണ്ട്സും കൂടെ ഇരുന്നപ്പോഴും ഈ പരമമായ സത്യത്തിനെ പറ്റി സംസാരിക്കും. ഇപ്പം അവർ കൂടുതൽ പേരും ക്രിസ്ത്യൻസാണ്. കുറച്ച് ഹിന്ദുസും ഉണ്ടായിരുന്നു, ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കൈമളുമാരുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം എപ്പോഴും സംസാരിക്കുന്നത് എന്താണ് സത്യം, ബൈബിളിൽ പറയുന്നതാണോ സത്യം, അതോ വേദങ്ങളിൽ പറയുന്നതാണോ ഉപനിഷത്തിൽ പറയുന്നതാണോ? അപ്പോൾ എനിക്ക് ഒരു താല്പര്യമുണ്ട്, ഇതൊന്നും അറിയണം. അല്ല, അത് ഇങ്ങനെ വളർന്ന് ഒരു സയൻറ്റിഫിക് താല്പര്യമായിട്ട് മാറി. ആ അറിവിനൊരു എൻഡ് കിട്ടുമെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു എൻഡുണ്ട്. പക്ഷെ ആ എൻഡ് എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് കിട്ടുന്ന ഒരു എൻഡല്ല. അതായത് എൻഡ് വേണ്ട എന്ന് ഉള്ള ഒരു പൊസിഷനാണ് യഥാർത്ഥത്തിലുള്ള എൻഡ്. അതായത് നമ്മുടെ ഭയം ഇല്ലാതാകുന്നു, നമ്മുടെ സംശയം ഇല്ലാതാകുന്നു,
അതാണ് പരമമായ സത്യം. പിന്നെ നമുക്ക് അറിയണമെന്നുള്ള ആവശ്യമേ ഇല്ല. ഈ മനസ്സിന്റെ ഭയമാണോ ശരിക്കും ഈ പാരാനോർമൽ ആക്ടിവിറ്റീസിനൊക്കെ കാരണമായിട്ടുണ്ടാവുന്നത്? പാരാനോർമൽ ഫിനോമിന എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് അതീന്ദ്രിയ അനുഭവങ്ങൾ. അതീന്ദ്രിയ അനുഭവങ്ങൾ ഭയം കൊണ്ടും ഉണ്ടാകാം, ഭയമില്ലായ്മ കൊണ്ടും ഉണ്ടാകാം. അതായത് ഭയമുണ്ടെങ്കിൽ നമ്മുടെ കൺട്രോളിൽ അല്ലാതെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെന്ന് വരാം. പിന്നെ നമ്മുടെ ഭയമില്ലായ്മ കൊണ്ട് നമുക്ക് തന്നെ ചിലപ്പോൾ പാരാനോർമൽ എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാമായിരിക്കും. അപ്പോൾ രണ്ട് തരത്തിലും സംഭവിക്കും. ഈ സ്വപ്നങ്ങളിൽ കാണുന്ന ചില കാര്യങ്ങൾ ഈ യാഥാർത്ഥ്യമായിട്ട് ബന്ധം ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെ ചിത്രയ്ക്ക് വല്ല അനുഭവം ഉണ്ടോ? എനിക്കല്ല, പലരും പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ നേരിട്ട് നടക്കുന്നുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിവില്ല, അനുഭവവുമില്ല, പക്ഷേ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവരിങ്ങനെ പറയുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് എത്രത്തോളം സത്യം ഉണ്ട് എന്നുള്ളൊരു ഇത് അപ്പോൾ അവർ പറയുന്നത് കൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ടി വരേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടാവുമോ എന്നുള്ളൊരു അന്വേഷണം മനസ്സിൽ ഇങ്ങനെ നടക്കുന്ന ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നുമുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ എന്തായിരിക്കും? ഇത് എനിക്ക് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തന്നെ ആരെങ്കിലും നേരിട്ട് കണ്ടോ ഫോൺ ചെയ്തോ ഒക്കെ പറയും, ഞാൻ ഇന്ന സ്വപ്നം കണ്ടു, അത് നടന്നു. ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞായിരിക്കും, ചിലപ്പോൾ വർഷം കഴിഞ്ഞായിരിക്കും. മിക്കവാറും ആളുകളെല്ലാം നടന്നു കഴിഞ്ഞാണ് എന്നോട് പറയുന്നത്. അപ്പോൾ ഇവരോടെല്ലാം ഞാൻ പറയും, അടുത്ത പ്രാവശ്യം നിങ്ങൾ നടക്കുമെന്നുള്ള ഒരു കാര്യം കണ്ടാൽ നടക്കുന്നതിന് മുമ്പേ എന്നെ വിളിച്ച് പറയണം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ മിക്കവാറും ആളുകൾ പിന്നെ വിളിക്കാറില്ല. അവർ പറയുന്നത് സാറിനോട് പറയണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും നടക്കുന്നില്ല. പക്ഷെ അപൂർവമായിട്ട് അങ്ങനെ നടന്ന കേസുമുണ്ട്. അതിന് എങ്ങനെയാണ് സാർ വിലയിരുത്തണം അങ്ങനെ നടന്നിട്ടുള്ള സാഹചര്യങ്ങൾ? അങ്ങനെ നടന്നിട്ടുള്ള സാഹചര്യങ്ങൾ ഒരാൾ എന്നോട് ഇത് പറയുകയാണെങ്കിൽ ഞാനത് കുറിച്ചിടും. പിന്നെ ഇത് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യും, നേരിട്ടോ ഫോൺ വഴിയോ. എന്നിട്ട് ഇയാൾ എന്നോട് പറഞ്ഞ വിവരമൊന്നും പറയാതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ, അതിൻ്റെ ഫുൾ വിവരങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഇങ്ങോട്ട് പറയും. അപ്പം ഞാൻ എഴുതിയതുപോലെ ആണെങ്കിൽ അത് കുറച്ചുകൂടെ വിശ്വസനീയമായ ഒരു തെളിവാണ്. അപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ ഈ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനകത്തൊരു അവിടെ ഒരു പ്രത്യേക ഒരു കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും? പ്രത്യേക കഴിവല്ല, അല്ല ചിലരെ സംബന്ധിച്ച് ഇതൊരു പേടി സ്വപ്നമാണ്. എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യം, ഒരു കാലത്ത് ഗുരുവായൂരിൽ നിന്നൊരു സ്ത്രീ എന്നെ ഫോൺ ചെയ്യുമായിരുന്നു, കൂടെ ഫോൺ ചെയ്യും. അവരെ സ്വപ്നം കണ്ടാൽ അത് നടക്കും, മിക്കവാറും പിറ്റേ ദിവസം തന്നെ നടക്കും. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവരെ കാണുന്നതെല്ലാം കുഴപ്പങ്ങളാണ്, അപകടങ്ങൾ, രോഗങ്ങൾ. അപ്പോൾ ഇവർക്ക് ഉറങ്ങാൻ പോലും പേടിയാണ്. കാരണം ഉറങ്ങാൻ സ്വപ്നം കാണും, സ്വപ്നം കണ്ടാൽ അത് നടക്കും. അത് മിക്കവാറും അവരുടെ ബന്ധുക്കൾക്കോ അവർക്ക് വേണ്ടപ്പെട്ടവർക്കോ ഒക്കെ അപകടം സംഭവിക്കുന്നതൊക്കെയാണ് ഈ കാണുന്നത്. അതൊരു പ്രശ്നമായിട്ട് അവരെന്നെ വിളിച്ച് സംസാരിക്കുന്നത് നിർത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ സാർ അപ്പം എന്താ സജഷൻ കൊടുക്കുക? ഉറങ്ങാൻ കിടക്കുമ്പോൾ പറഞ്ഞുകൊണ്ട് കിടക്കുക, ഞാൻ നല്ല സ്വപ്നങ്ങളെ കാണുകയുള്ളൂ, പിന്നെ നല്ല സ്വപ്നങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ഒരു സജഷൻ കൊടുത്തുകൊണ്ട് കിടന്നുറങ്ങുക എന്നൊക്കെ ഞാൻ ഇങ്ങനെ സജഷൻസ് കൊടുക്കുമായിരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർ വിളിക്കാറില്ല. പ്രായമുള്ള സ്ത്രീയായിരുന്നു, അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോയെന്നേ അറിയാൻ പറ്റും. ഈ ദേജാവു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, അത് പാരാസൈക്കോളജിയിൽ എങ്ങനെയാണ് കാണുന്നത്? ദേജാവു എന്ന് പറയുന്ന സംഗതി അത് മാത്രമായിട്ട് പാരാസൈക്കോളജിക്കൽ അല്ല, അത് ഒരുപാട് പേർക്കുള്ളതാണ്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ താങ്കൾക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായിരുന്നു, ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, ഇതേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നൊരു തോന്നൽ വരുന്നതാണ് ദേജാവു എന്ന് പറയുന്നത്. അത് പാരാസൈക്കോളജിക്കൽ അല്ല, അത് പലർക്കും ഉള്ള ഒരു നോർമൽ ഫീലിംഗാണ്. അത് എനിക്കൊരു ന്യൂറോളജി പ്രൊഫസർ ഫ്രണ്ടുണ്ട്, അദ്ദേഹം പറയുന്നത്
ഇത് ടെമ്പറൽ ലോബിലെ പ്രോബ്ലംസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ദേഷാവ്യൂ ചിലപ്പോൾ പ്രീകോഗ്നിറ്റീവായിട്ട് മാറാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പം മുമ്പ് ഇതേ സംസാരം ഉണ്ടായിട്ടുണ്ടെന്ന് ആദ്യം തോന്നുന്നു. അടുത്തതായിട്ട് ഇനി ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് നേരത്തെ തോന്നുകയാണെങ്കിൽ അത് കറക്റ്റും ആവുകയാണെങ്കിൽ അത് പ്രീകോഗ്നിറ്റീവായിട്ട് മാറും. അത് പാരാസൈക്കോളജിക്കലാണ്. ഈ ഹോണ്ടഡ് ഹൗസുകൾ ഉണ്ടല്ലോ, ഇപ്പം പ്രേതാലയമാണ് എന്ന് വിശ്വസിക്കുന്ന കുറേ വീടുകൾ നമ്മളിങ്ങനെ യൂട്യൂബ്സിലാണെങ്കിലും അങ്ങനെയൊക്കെ കാണാറുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു സത്യാവസ്ഥ എന്താണ്? അവിടെ ആത്മാവുണ്ടാവോ? ഈ സാധാരണ ഒരു വീട് കുറേ കാലമായിട്ട് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് ഹോണ്ടഡ് ആണെന്ന് ആളുകൾ പറഞ്ഞുണ്ടാക്കും. ഇപ്പോൾ ചുറ്റുപാടുമൊക്കെ കാട് പിടിച്ച് ഒരു പഴയ ബിൽഡിങ്ങുമാണെങ്കിൽ അത് കാണുന്നവർക്കെല്ലാം തോന്നും ഇത് ഹോണ്ടഡാണ്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ വേറെ ഒരു സംഗതിയുള്ളത്, ഇങ്ങനെയുള്ള ഒരു സെറ്റിങ്ങിൽ ഒരാൾ പോവുകയാണെങ്കിൽ അയാൾ അവിടെ പല കാഴ്ചകളും കണ്ടെന്ന് വരാം. എങ്ങനത്തെ കാഴ്ചകൾ? അയാളുടെ മനസ്സിലുള്ള ചില രൂപങ്ങൾ എക്സ്റ്റേണലൈസ് ചെയ്ത് കാണുന്നതായിരിക്കും. അയാൾ പണ്ട് കണ്ടിട്ടുള്ള ഏതെങ്കിലും ഹൊറർ സിനിമയിലെ രൂപങ്ങളൊക്കെ ആയിരിക്കാം. അത് അയാളുടെ മനസ്സിൻ്റെ ഒരു പ്രൊജക്ഷനാണ്. പിന്നെ ഈ കൺഡ്യൂസീവ് സ്റ്റേറ്റ് എന്നും പറഞ്ഞുണ്ട് ഒന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോകുന്ന ഒരാൾ പെട്ടെന്ന് പേടിച്ചു എന്ന് വിചാരിക്കുക. ആ പേടി കൊണ്ട് ചിലപ്പോൾ ഇയാളെ പണ്ട് അവിടെ നടന്ന റിയൽ ക്യാരക്ടേഴ്സിനെ കണ്ടെന്ന് അയാൾ പെട്ടെന്ന് ഒരു വയസ്സനതിലെ നടക്കുന്നത് കാണുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ കയറിയപ്പോൾ ഇയാൾ കണ്ട വയസ്സൻ്റെ ഫോട്ടോ അവിടെ ഇരിക്കും. അപ്പോൾ ഇയാൾ വിചാരിക്കും ഞാൻ കണ്ട ആളുടെ ഫോട്ടോ ആണല്ലോ. അപ്പോൾ ഇയാൾ തീരുമാനിക്കും ആ ഫോട്ടോയിലുള്ള ആളുടെ പ്രേതം ഇവിടെ താമസിക്കുകയാണെന്ന്. അതൊരു അവസ്ഥ തന്നെയല്ലേ? അത് നേരത്തെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അത് നമ്മൾ പറയുന്നത് അത് ക്ലെയർവോയൻസ് എന്നാണ്. അതായത് പണ്ട് നടന്ന ഒരു സംഭവമാണ് ഇയാളിപ്പോൾ കാണുന്നത്. ആ ആള് പണ്ട് മുറ്റത്തൂടെ നടക്കുമായിരുന്നു എന്ന് വിചാരിക്കുക വൈകുന്നേരം. പണ്ട് എപ്പോഴോ നടന്ന ആ സീനാണ് ഇയാളിപ്പോൾ കാണുന്നത്. അല്ലാതെ ആത്മാവ് ഇപ്പോഴും ആ വീട്ടിൽ താമസിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. കാരണം ഈ കാണുന്ന മിക്കവാറും ഒക്കെ ഒരു സീനാണ്. ഇപ്പോൾ ഒരു അമ്മ കുട്ടിയെ തൊട്ടിലിട്ട് ആട്ടുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക സീനാണ് കാണുന്നത്. ഈ പൊസഷൻ്റെ കേസിലുണ്ടല്ലോ, പൊസഷൻ എന്ന് പറയുമ്പോഴേക്ക് ഇതിൻ്റെ അകത്തൊക്കെ അവസാനമായിട്ട് എന്തിലാണ് എത്തിച്ചേരണത് ഈ പൊസഷൻ്റെ കേസിൽ? പൊസഷൻ കൂടുതൽ കേസുകളും ഹിസ്റ്റീരിക്കാണെന്നാണ് നമ്മൾ പറയുന്നത്. ഹിസ്റ്റീരിക് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ഉത്കടമായ ആവശ്യമുണ്ട്. അത് അറ്റൻഷൻ പിടിച്ചു പറ്റാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അറിയിക്കാനായിരിക്കും. ഇതിനു വേണ്ടി ഒരാളുടെ മനസ്സ് യൂസ് ചെയ്യുന്ന ഒരു തന്ത്രം, ഒരു മെൻ്റൽ ഡിവൈസാണ് ഈ പൊസഷൻ. അത് സാധാരണ വിദ്യാഭ്യാസം കുറഞ്ഞ ഹിസ്റ്റീരിക് ടെമ്പറമെൻറ്റ്, അതായത് നമ്മുടെ തിയറിയിൽ ഇനേർഷ്യ കൂടിയ ആളുകൾക്കാണ് ഈ ഒരു പൊസഷൻ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. നമ്മൾ പൊസഷൻ സിൻഡ്രോം എന്നാണെന്ന് പറയുന്നത്. പിന്നെ യഥാർത്ഥ പൊസഷൻ ഉണ്ടോ എന്നുള്ള വേറൊരു ക്വസ്റ്റ്യനാണ്. അത് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്നു, അവിടെ പണ്ട് ജീവിച്ചിരുന്ന ഒരാളുടെ രൂപം നമ്മൾ കാണുന്നു, പിന്നെ അയാളുടെ വൈബ്രേഷൻ നമ്മൾ ആക്സസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അയാളുടെ മെമ്മറി ആക്സസ് ചെയ്യുന്നു. അപ്പോൾ അയാളുടെ പേഴ്സണാലിറ്റി നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ തന്നെ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ അയാളായിട്ട് ബിഹേവ് ചെയ്യുന്നു. ഇങ്ങനെ സംഭവിക്കും. ഇത് പലപ്പോഴും കേസുകളൊക്കെ തെളിയിച്ചിട്ടുള്ള കുറേ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ.
ഈ അത് പൊസഷനാണോ അതോ പുനർജന്മമാണോ എന്നുള്ളത് അത് അറിയില്ല. ഒരു ടിറ്റോ, നോർത്ത് ഇന്ത്യയിലെ ഒരു കുട്ടിയാണ്, ഞാനിത് വായിച്ചിട്ടുള്ളത്, ഞാൻ പലപ്പോഴും 2-3 സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ടിറ്റു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുടെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അവര് നേരത്തെ കുറേ നാളുകൾക്ക്, അതായത് മരിക്കുന്നതിന് മുന്നേ ഒരു ആളായിരുന്നു, സുനിൽ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. അയാൾ ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് ഒരു റേഡിയോ ഒരു കട നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു. അയാൾക്ക് ഭാര്യയുണ്ട്, മക്കളും ഒക്കെ ഉണ്ട്. അയാൾ മരിക്കുകയുണ്ടായി. മരിച്ചത് വെടികൊണ്ട് അങ്ങനെ എന്തോ ആണ് മരിച്ചത്. അതിനുശേഷം ഇയാൾ മരിച്ചതിന് ശേഷം ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു ദേഹത്ത് ഇയാളുടെ ബാധ കയറി, അങ്ങനെയുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അത് പുനർജന്മമാണെന്നും പറയുന്നുണ്ട്. പക്ഷെ ഈ കുട്ടി അയാൾ എങ്ങനെയാണ് മരിച്ചത്, അയാൾ എവിടെയായിരുന്നു താമസിച്ചത്, ആ കട എവിടെയായിരുന്നു എന്നതൊക്കെ ഈ കുട്ടി പറയണ്ടായി. എന്നിട്ട് ഇത് വെടികൊണ്ട് ആ പാട് വരെ ആ കുട്ടിയുടെ തലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്, അതായത് മുടി ഇങ്ങനെ ഇതാക്കി നോക്കിയപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പം ഇതിനൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് പറയണതെന്ന് അറിയില്ല. ഇതും ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ്, എന്താണ് ഇതെന്നുള്ളത്. ഈ അടുത്ത കാലത്ത് നടന്ന ഒരു കേസാണ് ചിത്ര പറയുന്നതെന്ന് തോന്നുന്നു. ഈ കേസിൽ ഒരു വലിയ ട്വിസ്റ്റുണ്ട്. അതായത് ഈ ഒരു കുട്ടി ഒരു സ്ഥലത്ത് ജനിക്കുന്നു. അപ്പോൾ ഈ കുട്ടി പറയുന്നു, ഞാൻ ഇന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരാളാണ്, ഞാൻ വെടികൊണ്ടാണ് മരിക്കുന്നത്. അപ്പോൾ വീട്ടുകാർ ഈ കുട്ടിയെ ആ സ്ഥലത്ത് കൊണ്ടുവന്നു. അപ്പോൾ അവിടെയുള്ള സ്ഥലങ്ങളും അവിടെയുള്ള ആളുകളെ എല്ലാം കുട്ടി കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ എന്നെ വെടിവെച്ച ആൾ ഇന്ന ആളാണെന്ന് പറയുന്നു. അപ്പോൾ ആ കേസ് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അപ്പോൾ പോലീസ് ഇതറിഞ്ഞ് വരുന്നു. അപ്പോൾ കുട്ടി പറഞ്ഞ ആളിനെ അവർ പിടികൂടുന്നു. അയാൾ കുറ്റം സമ്മതിക്കുന്നു. അപ്പോൾ ഞാനാണ് ഇയാളെ വെടിവെച്ച് വന്നതെന്ന് സമ്മതിക്കുന്നു. അപ്പോൾ എല്ലാവരും തീരുമാനിക്കുന്നു ഈ കുട്ടി ആ മരിച്ച ആളുടെ പുനർജന്മമാണെന്ന്. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ അമ്മ ഈ കുട്ടിയെ ഗർഭം ധരിച്ചതിന് ശേഷമാണ് പഴയ ആൾ വെടികൊണ്ട് മരിക്കുന്നത്. അത് അവർക്ക് എത്രയോ മാസം ഗർഭം ഉണ്ടായിരുന്നപ്പോഴാണ് പഴയ ആളുടെ മരണം സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പം എന്നെ ഇങ്ങനെ പുനർജന്മമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് എന്തെങ്കിലും ആ ഒരു വൈബ്രേഷൻ കണക്ട് ആയതോ അങ്ങനെ എന്തെങ്കിലും? അപ്പം നമ്മളുടെ ഒരു ഈ റീബർത്ത് കേസിലെല്ലാം ഒരു ആൾട്ടർനേറ്റീവ് എക്സ്പ്ലനേഷനായിട്ട് പാരാസൈക്കോളജിസ്റ്റ് പറയുന്നത്, ഈ നമ്മളെപ്പോലെ ആരെങ്കിലും ഒരാൾ മുമ്പ് ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ മെമ്മറി ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരും. അല്ലെങ്കിൽ അയാളുടെ മെമ്മറി നമ്മുടെ മനസ്സിലേക്ക് വന്നെന്ന് വരും. ഈ പലരും ഇത് വെളിയിൽ പറയാറില്ല, ചുരുക്കം ചിലർ ഇത് വെളിയിൽ പറയും. ഇത് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ചിത്രയ്ക്ക് ഒരു 40 വയസ്സാകുമ്പോഴായിരിക്കും വേറൊരാളുടെ മെമ്മറി കിട്ടുന്നത്. അപ്പോൾ അന്വേഷിച്ച് പോകുമ്പോൾ അങ്ങനെ ഒരാൾ പണ്ട് ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാകും. അപ്പോൾ ചിത്രയുടെ മൈൻഡ് പഴയ ആളുടെ മൈൻഡ് പോലെ വരുമ്പോൾ ബൈ റെസണൻസ് അയാളുടെ അനുഭവങ്ങളൊക്കെ ചിത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നു വരാം. അയാളുടെ മെമ്മറീസൊക്കെ ചിത്രയുടെ മനസ്സിലേക്ക് വന്നെന്ന് വരാം. ഇത് പ്രത്യേക ആളുകളിലാണോ കണക്റ്റ് ആവുന്നത്? അതായത് ഇപ്പം എല്ലാവർക്കും എനിക്ക് അങ്ങനത്തെ ഒരു സ്റ്റേജോ അങ്ങനത്തെ ഒരു അനുഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ആഗ്രഹമുണ്ട്, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരാഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആളുകളിലേക്ക് അങ്ങനെ കണക്റ്റ് ആവില്ല എന്നുള്ളത് പറയലുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് ഒരാളെ അവർ ആ ഒരു കൃത്യമായിട്ടുള്ള ആ വൈബ്രേഷൻ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, അത് അറിഞ്ഞുകൊണ്ടല്ല കണക്ട് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അതെ, നമ്മളെപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിനൊരു ശാസ്ത്രീയ വശമില്ല. അതാണ് ഞാൻ പറയുന്ന ശാസ്ത്രീയ വശമാണ് ഞാൻ പറയുന്നത്. അതായത് ഈ നമ്മളുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണ നമ്മളൊരു ഫിക്സഡ് എൻറ്റിറ്റി ആണെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, ഓരോ നിമിഷവും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കുറേ വർഷം മുമ്പ് എവിടെയോ പോയപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ജോർജ് മാത്യു അല്ലേ? ഞാൻ പറഞ്ഞാതെ, നിങ്ങളാരാണ്? ഇപ്പം നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഏത് ക്ലാസ്സിലാണ്? പറഞ്ഞ് 2ാം ക്ലാസ്സിലാണ്. അപ്പം ഞാൻ 1ാം ക്ലാസ് പഠിച്ചിട്ടില്ല, എന്നെ നേരെ 2ാം ക്ലാസ്സിലുണ്ട് ചേർത്തത്. ഞാൻ ഇയാളെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഇയാളുടെ മുഖത്തിങ്ങനെ ഒരു മഷി വരേണ്ട പോലെ ഒരു പാടുണ്ട്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. 2ാം ക്ലാസ്സിൽ എൻ്റെ തൊട്ടടുത്തിരുന്ന കുട്ടിയാണ്. അയാളുടെ ഈ മഷി വരേണ്ടത് പോലെ ഒരു പാട് തന്നെ ഉണ്ട്, ഇതുകൊണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞു, എനിക്ക് ഓർമ്മ വന്നു, നിങ്ങളുടെ പേര് ഞാൻ ഓർക്കുന്നില്ലെന്ന്.
അയാൾ പേര് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോയി ചായ ഒക്കെ കുടിച്ചു. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഈ പഴയ ഞാനല്ല, 2ാം ക്ലാസ്സിലെ ഞാൻ. അപ്പോൾ ഇപ്പോൾ ഇയാളല്ല, പണ്ട് 2ാം ക്ലാസ്സിൽ എൻ്റെ അടുത്തിരുന്ന കുട്ടി. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ അയാളെ നോക്കുന്നത്, അയാൾക്ക് എത്രമാത്രം അറിവുണ്ട്, എത്രമാത്രം മെച്യൂരിറ്റി ഉണ്ട്, പിന്നെ അയാൾ ഏത് കാസ്റ്റിൽപ്പെട്ട ആളാണ്, അയാളുടെ സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് എന്താണ്, എന്ത് ജോലി ചെയ്യുന്നു. പക്ഷേ 2ാം ക്ലാസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല. എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയെന്ന ചിന്തയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ അയാളെ മനസ്സിലാക്കുന്നത് വേറെ രീതിയിലാണ്. 2ാം ക്ലാസ്സിൽ അയാളെ മനസ്സിലാക്കിയത് വേറൊരു രീതിയിലാണ്. അപ്പോൾ ഞാൻ മാറിപ്പോയി, അയാൾ മാറിപ്പോയി. ഇപ്പം അന്ന് ഞങ്ങൾ വളരെ കൂട്ടായിരുന്നു. ഒരിക്കൽ അയാൾ അയാളുടെ കയ്യിൽ റബ്ബർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ഭംഗിയുള്ള റബ്ബർ. അപ്പോൾ അത് എനിക്ക് അതിൻ്റെ പകുതി തരുമോയെന്ന് ചോദിച്ചാൽ അയാൾ പകുതി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ആരുടെ ഇന്ന് ഒരു ബ്ലേഡ് വാങ്ങിച്ച് ഞാൻ മുറിച്ചപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞ് ചോരയൊക്കെ വന്ന് ഞാൻ പേടിച്ചു പോയി. സാറിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചു. അപ്പോൾ ഇത് ഈ ബ്ലേഡ് എവിടെ നിന്ന് കിട്ടിയെന്ന് സാറ് ചോദിച്ചു. എൻ്റെ ബ്ലേഡ് എനിക്ക് തന്നെ ആറിനെ സാറ് വഴക്ക് പറഞ്ഞു. ഇതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ അന്നത്തെ ഞാനല്ല ഇന്നത്തെ ഞാൻ. അപ്പോൾ നമ്മളൊക്കെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിത്രയുടെ മനസ്സ് പണ്ട് ജീവിച്ചിരുന്ന ഒരാളുടെ മനസ്സ് പോലെ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ ഈ പാരാനോർമൽ ആക്ടിവിറ്റീസ് നടക്കുന്നേ ഇല്ല എന്നാണോ സാർ പറയുന്നത്? ബാക്കിയെല്ലാം എല്ലാം പാരാനോർമൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പോൾട്ടർഗെയ്സ്റ്റ്. അപ്പോൾ ചിത്രം ഉദ്ദേശിക്കുന്നത് പാരാനോർമൽ ഫിനോമിന, അതെ, പാരാനോർമൽ അനുഭവങ്ങൾ അത് നടക്കുന്നില്ല എന്ന് തന്നെയാണോ സാർ പറയുന്നത്? അല്ലെങ്കിൽ പാരാനോർമൽ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു അസ്വാഭാവികമായിട്ട് കാണുന്ന കുറേ കാര്യങ്ങളുള്ള, സാധാരണ കാണുന്നതിനെക്കാട്ടിലും ഒരു വേറൊരു രീതിയിൽ നടക്കുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ഭൂതപ്രേതം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് തോന്നുന്നത്. ഈ പാരാസൈക്കോളജിയിൽ നമ്മൾ പ്രധാനമായിട്ട് പാരാനോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത് കപ്പാസിറ്റീസാണ്. അതായത് ESP, സൈക്കോകൈനസിസ്. ഇതുപയോഗിച്ചാണ് നമ്മൾ മിക്കവാറും എല്ലാം വിശദീകരിക്കുന്നത്. അത് പറ്റിയില്ലെങ്കിൽ മാത്രമേ ഈ സ്പിരിറ്റ് ഹൈപ്പോത്തസിസിലേക്ക് നമ്മൾ പോകാറുള്ളൂ. ഈ സാധാരണ യഥാർത്ഥമായിട്ടുള്ള സ്പിരിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും പാരാസൈക്കോളജിക്കാർക്ക് സംശയമാണ്. പിന്നെ കൂടുതലും ഇങ്ങനത്തെ അനുഭവങ്ങൾ എല്ലാവർക്കും തന്നെ ഉണ്ട്. നമ്മൾ ചോദിച്ചാൽ തന്നെ 1/3 ആളുകൾ, അതായത് ഏതാണ്ട് 33% ആളുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജെനുവിൻ പാരാനോർമൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയും. അപ്പം ഇത് അത്ര റെയറല്ല. അപ്പോൾ ഇത് വളരെ കോമൺ ആണ്. ഇപ്പം നമ്മൾ തന്നെയും വളരെ വാച്ച്ഫുൾ ആണെങ്കിൽ മിക്കവാറും നമുക്ക് തന്നെ ഇതുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സാറിന് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഉണ്ടാകുന്നുണ്ട്. ആണോ? അതായത് എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്, പലരും നോട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ നടക്കാൻ പോകുമ്പോൾ ഒരു പക്ഷി അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ അനങ്ങാതെ നിന്ന് അതിനെ തന്നെ നോക്കുമ്പോൾ അത് പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് അങ്ങ് പറന്നു പോകും. അത് ഒരു അറിയാതെ നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. അതായത് നമ്മൾ ഒരു ജീവിയെ അല്ലെങ്കിൽ മനുഷ്യനെ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അയാൾ ആദ്യം റെസ്റ്റ്ലെസ് ആവും, പിന്നെ അയാൾ ചുറ്റും നോക്കും. അപ്പോൾ നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് അയാൾക്കൊരു ലുക്ക് ഓഫ് റെക്കഗ്നിഷൻ വരും. നീയാണ് എന്നെ നോക്കിയതല്ലേ. അപ്പോൾ മാനിമൽ ആണെങ്കിൽ, പക്ഷിയാണെങ്കിൽ മിക്കവാറും അങ്ങ് പറന്നു പോകും. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് അത് ആളുകളെ അത് അഫക്റ്റ് ചെയ്യുന്നത്. ഇതൊരു ടെലിപ്പതിക് കോണ്ടാക്റ്റ് ആകാം, ടെലിപ്പതിക് എഫക്റ്റ് ആകാം. ഈ കുട്ടികളിൽ ഇങ്ങനെ എന്തെങ്കിലും അസാധാരണമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ മാതാപിതാക്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണേണ്ടത്? അവരുടെ എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആയിട്ടാണോ നോക്കിക്കാണേണ്ടത്? ഇപ്പോഴത്തെ യങ് ജനറേഷൻ ഇത് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ ഓൾഡർ ജനറേഷന് ഇത് പേടിയാണ്. ഇപ്പോൾ ഒരു സംഭവം കുറേ മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു കുട്ടി, തീരെ കൊച്ചുകുട്ടിയാണ്, കുട്ടി എന്തോ ഇങ്ങനെ എഴുതുന്നു. അമ്മ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഈ അക്ഷരങ്ങൾ പോലെ ഇരിക്കുന്നു, പക്ഷേ ഇംഗ്ലീഷോ മലയാളമോ ഒന്നുമല്ല.
അപ്പോൾ കുട്ടിയോട് ചോദിച്ചു നീ എന്താണ് എഴുതുന്നതെന്ന്. അപ്പോൾ കുട്ടി പറഞ്ഞു റൂസി ആണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ അമ്മ ചോദിച്ചു എന്താണ് റൂസി? അത് റൂസി അക്ഷരമാണ്, തീരെ കൊച്ചു കുട്ടിയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും കുട്ടി ഇത് തന്നെ എഴുതുന്നു. അപ്പോൾ അമ്മ പലരോടുമൊക്കെ ചോദിച്ച് അവസാനം ഒരു റഷ്യൻ അറിയാവുന്ന ഒരാളെ കാണിച്ചപ്പോൾ റഷ്യൻ ആൽഫബറ്റാണ് കുട്ടി എഴുതുന്നത്. വളരെ കറക്റ്റായിട്ട് റഷ്യൻ ആൽഫബറ്റാണ് കുട്ടി എഴുതുന്നത്. പിന്നെ റഷ്യൻ എന്നുള്ളത് റഷ്യൻ ഭാഷയിൽ പറയുന്ന പേരാണ് റൂസി. അപ്പോൾ അമ്മ ചോദിച്ചു നിനക്ക് എവിടെ നിന്ന് ഇത് കിട്ടി? അത് കംപ്ലീറ്റ് അക്ഷരങ്ങൾ കുട്ടി എഴുതുകയാണ്. കുട്ടിക്ക് ഇംഗ്ലീഷോ മലയാളം അക്ഷരം എഴുതാൻ പോലും അറിയാൻ വയ്യ. ഇതിനെ ആരും പഠിപ്പിച്ചിട്ടില്ല, നീ യൂട്യൂബിൽ കണ്ടതാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കുട്ടിക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ എങ്ങനെ ഇത് വരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ ഒരു ബാങ്ക് മാനേജറാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, അയാൾ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ആ കുട്ടിയെ കാണാൻ താല്പര്യമുണ്ടെന്ന്. അപ്പോൾ ഇവരുടെ ഹസ്ബൻഡ് ബാംഗ്ലൂരിലെ മറ്റാണ്. ഇവരുടെ ഗ്രാൻഡ് പേരൻസ് പറഞ്ഞു ഇത് പാരാസൈക്കോളജിസ്റ്റിനെ ഒന്നും കാണിക്കാൻ കൊണ്ടുപോകണ്ട, അത് കുട്ടി തന്നെ അപ്സെറ്റാകും, ഇതെന്തോ വലിയ കുഴപ്പമാണെന്ന് കുട്ടിക്ക് തോന്നും, അത് കുട്ടിയെ സെൽഫ് കോൺഷ്യസ് ആക്കണ്ട, കുട്ടി എഴുതുന്നെങ്കിൽ എഴുതിക്കോട്ടെ, ഇതാരെയും കാണിക്കാനൊന്നും പോകണ്ട, പുറത്ത് പറയുകയും വേണ്ട എന്ന് പറഞ്ഞ് അമ്മയെ വിലക്കി. അപ്പോൾ അമ്മ പറഞ്ഞ് ഹസ്ബൻഡ് വരുമ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഹസ്ബൻഡ് സമ്മതിക്കുകയാണെങ്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുറേ മാസങ്ങളായി, പിന്നെ വിവരമൊന്നുമില്ല. അപ്പോൾ യങ്ങർ ജനറേഷന് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഒരു സയൻറ്റിഫിക് അപ്രോച്ചുണ്ട്. പക്ഷേ പ്രീവിയസ് ജനറേഷന് അതൊക്കെ സപ്രസ് ചെയ്യാനാണ് താല്പര്യം. ഇതും മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊരു ഒരു സോളിന്റെ ഒരു എനർജി തന്നെ അല്ലേ വേറൊരു കുട്ടിയിൽ അത് കാണുന്നത്? അപ്പോൾ അത് ആത്മാവ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അത് ചിത്ര വീണ്ടും ആ ഒരു തെറ്റിദ്ധാരണയിലേക്ക് പോവുകയാണ്.